ഇപ്പോൾ ഡോക്ടർ ജയചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. വിജയ് രൂപാണിയുടെ സുഹൃത്തും കൂടിയാണ്. ഡോക്ടർ ജയചന്ദ്രൻ, രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന അപകടമാണ് ഇന്നിപ്പോൾ അഹമ്മദാബാദിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് ലഭ്യമാണോ? എത്ര യാത്രക്കാരുണ്ടായിരുന്നു? വിജയ് രൂപാണിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ? അത് വളരെ സങ്കടകരവും വളരെ ആകാംക്ഷ ഉയർത്തുന്നതുമായിട്ടുള്ളൊരു അപകടമാണ്. സ്വതവേ അഹമ്മദാബാദ് എയർപോർട്ട് വൺ ഓഫ് ദ സേഫസ്റ്റ് എയർപോർട്ടായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത കാലത്തൊന്നും ഒരു വിമാനാപകടം ചെറിയ തോതിൽ പോലും അഹമ്മദാബാദിൽ ഉണ്ടായിരുന്നിട്ടില്ല. ഈ പ്രാവശ്യം അത് വലിയൊരു സങ്കടകരമായിട്ടുള്ള വർത്തമാനമാണ്. അതിൽ ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കുന്നത്, എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടം തൊട്ട് ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു സുഹൃത്തിനെ പോലെ സമീപിച്ചിരുന്ന വളരെ വേണ്ടപ്പെട്ട എനിക്ക് ഒരു ആളാണ് ശ്രീ വിജയ്ഭായ് റുമാണി. അദ്ദേഹം ആ ഫ്ലൈറ്റിലുണ്ട്. അദ്ദേഹത്തിന് വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ മുറിവേറ്റപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇഞ്ചുവേർഡ് ആയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. എന്തായാലും എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് നമുക്ക് അവിടെ വ്യക്തമല്ല. ഒരുപാട് പേഷ്യൻസിനെ ഈ അപകടം സംഭവിച്ചതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സിവിൽ ഹോസ്പിറ്റൽ. സിവിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ഹോസ്പിറ്റലുകൾ ഒന്നാണ്. അപ്പൊ ആശുപത്രിയുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവിടെയൊക്കെ പേഷ്യൻസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗുജറാത്തിലുള്ള സാധാരണ ജനങ്ങളും എല്ലാവരും അതിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇത് അപകടം സംഭവിച്ചതിന്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ജനനിബിഡമായിരിക്കുന്ന ഒരു പ്രദേശത്താണ് ഈ ഫ്ലൈറ്റ് ക്രാഷ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം മേഘാണി നഗർ എന്ന് പറയുന്നത് എല്ലാ സെക്ഷനായിട്ടുള്ള ആൾക്കാരും താമസിക്കുന്ന സ്ഥലമാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ സിവിൽ ഹോസ്പിറ്റൽ. അപ്പൊ ഈ സിവിൽ ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് അവിടുത്തെ ജനസാന്ദ്രത വളരെ കൂടുതലാണ്. അത് രണ്ട് രീതിയിൽ, താമസിക്കുന്ന ആൾക്കാരുടെ ജനസാന്ദ്രത കൂടുതലാണ്, അതുപോലെ തന്നെ അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നവര്. കാരണം അഹമ്മദാബാദിന്റെ ഒരു മെജോറിറ്റി ഓഫ് ഏരിയയിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ട് സമീപിക്കുന്നത് ഈ സിവിൽ ഹോസ്പിറ്റലാണ്. അപ്പൊ ആ സിവിൽ ഹോസ്പിറ്റലിന്റെ അടുത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോ കാഷ്വാലിറ്റീസ് സാധാരണ ജനങ്ങളുടെ ഇടയിൽ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടില്ല. എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ആണെങ്കിൽ ഇത്തരത്തിൽ ജനനിബിഡമായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക്, നാട്ടുകാർക്കൊക്കെ വലിയ തരത്തിലൊരു അപകടം സംഭവിച്ചേക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയല്ലേ പറയാൻ സാധിക്കുക? ഈ ഫ്ലൈറ്റിന്റെ ഒരു പോർഷൻ ക്രാഷ് ലാൻഡ് ചെയ്തത് സിവിൽ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് തന്നെ താമസിക്കുന്ന അവരുടെ ക്വാർട്ടേഴ്സിന്റെ മുകളിലാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടടുത്തൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് വലിയ അപകടം തന്നെ വരുത്തിയിട്ടുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് മേഘാണി നഗർ. കാരണം ഞാൻ പല വൈദ്യ സംബന്ധമായിട്ടും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മീറ്റിങ്ങുകൾക്കും പല കാര്യങ്ങൾക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ മലയാളി പോപ്പുലേഷനും ഉണ്ട്. ഒരുപാട് മലയാളികളുടെ കടകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ് മേഘാണി നഗർ. മേഘാണി നഗറിൽ ഇതിപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്നത്. കാരണം മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടിയും തിക്കിലി ബിസിനസ് ഓറിയന്റഡ് ആൻഡ് ഓൾ ക്ലാസ് ഓഫ് പീപ്പിൾ താമസിക്കുന്നതാണ്. ലോ ഇൻകം തൊട്ട് ഹയർ ഇൻകം വരെയുള്ളവര്. അപ്പൊ എല്ലാ ക്രോസ് സെക്ഷനോട്ടുള്ള ആൾക്കാരും അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് I do feel that there is going to be heavy casualty from the normal people, not the passengers. പാസഞ്ചേഴ്സിൽ ഇപ്പൊ നമുക്ക് കിട്ടുന്നത് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. ഇപ്പോ 30-35ഓളം ഓൾറെഡി ആൾക്കാർ മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫ്ലൈറ്റിന്റെ ഉള്ളിലോട്ട് കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് അവർ പറഞ്ഞത്. കാരണം മുഴുവനും പുകയും തീയുമായിരുന്നു ആ സമയത്ത്. കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കൺജഷൻ ഉണ്ടായിരുന്നു ഫ്ലൈറ്റിന്റെ ഉള്ളിൽ എന്നാണ് പറഞ്ഞത്. ഡോക്ടർ, ഈ വിജയ് രൂപാണി അദ്ദേഹം സ്ഥിരമായിട്ട് ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ യാത്ര ചെയ്യുന്ന ആളാണോ? അദ്ദേഹം ഇങ്ങനെ ലണ്ടനിലടക്കം സ്ഥിരമായിട്ട് പോകുന്ന ആളാണോ? താങ്കൾ അദ്ദേഹവുമായിട്ട് അടുത്ത സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹവുമായി ഏറ്റവും അവസാനം സംസാരിച്ചതൊക്കെ എപ്പോഴായിരുന്നു? കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. ഞാൻ സ്വതവേ എല്ലാ ഉത്സവ സമയങ്ങളിലും, പ്രത്യേകിച്ചും ഗുജറാത്തി ഫെസ്റ്റിവൽ ആൻഡ് കേരള ഫെസ്റ്റിവൽ ഒക്കെ നടക്കുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് അദ്ദേഹത്തിനെ പോയി കാണുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ വളരെ അടുപ്പമാണ് അദ്ദേഹമായിട്ട് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുജറാത്ത് ഈസ് ഹൈലി ഡയസ്പോറിക്കൽ ഏരിയയാണ്. കണ്ടമാനം വിദേശ ഇന്ത്യക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും ഗുജറാത്തിന്റെ ഈ അഹമ്മദാബാദിന്റെ ഒരു പ്രത്യേകത, ഈ സീസൺ ഒരുപാട് ഓർഗനൈസേഷൻസിന്റെ മീറ്റിങ്ങുകളാണ്.
അതായത് ട്രസ്റ്റുകൾ, അതുപോലെ തന്നെ NGOs, അതുപോലെ തന്നെ ചെറിയ ചെറിയ സംഘടനകൾ, പ്രത്യേകിച്ചും ഈ സംഘടനകൾക്കൊക്കെ വിദേശത്തുള്ള ആൾക്കാരുമായിട്ട് വളരെയധികം ലിങ്കുള്ള സംഘടനകളുണ്ട്, അവരുടെ തന്നെ കോൺട്രിബ്യൂഷനിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത്തരം മീറ്റിങ്ങുകൾക്ക് ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ അങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഫെസ്റ്റിവലൊക്കെ ഇപ്പോ വെക്കേഷൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഒരു പക്ഷേ ഇവിടെ നിന്ന് പോയി തിരിച്ചു വന്നവർ പിന്നെയും പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് UK ഫാമിലികളിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വളരെ ഹെവി ട്രാഫിക് ഉള്ള ഒരു ഏരിയയാണ് അഹമ്മദാബാദ്. വിജയ്ഭായ് സ്വതവേ ഗുജറാത്ത്, ഡൽഹി, മഹാരാഷ്ട്ര ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഈ അങ്ങനെ സ്ഥിരമായിട്ടൊരു വിദേശയാത്രയൊന്നും ചെയ്യുന്നൊരു വ്യക്തിയൊന്നുമല്ല. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പ്രത്യേകിച്ച് ഓർഗനൈസേഷൻ പരമായിട്ടോ ഫാമിലി പരമായിട്ടോ ആയിരിക്കണം അദ്ദേഹം പോയിരിക്കുന്നത്. അല്ലാതെ അങ്ങനെ ഒരു ഫ്രീക്വന്റ് ഫ്ലയർ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ശരി, വളരെയധികം നന്ദി ഡോക്ടർ ജയചന്ദ്രൻ. അദ്ദേഹം മലയാളി ഡോക്ടറാണ്, അതോടൊപ്പം തന്നെ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ ജയചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ വിജയ് രൂപാണി ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്.